Hi guys, welcome back to my channel. ഇന്ന് നമ്മൾ അൺബോക്സ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സൗണ്ട് ബാർ ആണ്. LG കമ്പനിയുടെ sj3 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു സൗണ്ട് ബാറിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഇതാണ് നമ്മളെ സൗണ്ട് ബാറിൻ്റെ ബോക്സ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് 8.5 kg ആണ് വെയിറ്റ് വരുന്നത് വിത്ത് ബോക്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ആൻഡ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പം ഇതാണ് നമ്മുടെ LG സൗണ്ട് ബാർ sj3 എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ ബോക്സ്. ഇത് 2.1 ചാനലാണ് വരുന്നത്. ബോക്സിൻ്റെ മുകളിലായിട്ട് കുറേ സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം തന്നെ മുകളിലായിട്ട് ഒരു റിമോട്ടും കാണാം. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ കവറിൽ ഒരു ഒപ്റ്റിക്കൽ കേബിളും അതുപോലെ തന്നെ അതിൻ്റെ നമ്മളെ റിമോട്ടിൻ്റെ ബാറ്ററിയും പിന്നെ ഒരു മാനുവലും ആണ് വരുന്നത്. പിന്നെ ഒരു സബ്വൂഫറിൻ്റെ ഒരു പവർ കേബിളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സബ്വൂഫർ സെപ്പറേറ്റും ബാർ സെപ്പറേറ്റും ആയിട്ടാണ് ബോക്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്വൂഫർ പുറത്തെടുക്കാം. അപ്പം ഇതാണ് നമ്മൾ സബ്വൂഫർ വരുന്നത് നല്ല അടിപൊളി സേഫ്റ്റി പാക്കിങ്ങിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കവറും മറ്റുള്ള ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. സബ്വൂഫറിൻ്റെ ബാക്കിലായിട്ട് പവർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഹെയർ ഹോളും വരുന്നുണ്ട്. ബാസൊക്കെ വരുന്ന സമയത്ത് ഹെയർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഹോളും വരുന്നുണ്ട്. അതെല്ലാം സബ്വൂഫറുള്ള സൗണ്ട് സിസ്റ്റത്തിലും വരുന്നതാണ്. ഇനി നമുക്ക് ബാർ പുറത്തെടുത്ത് നോക്കാം. ബാറിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ആയിട്ടാണ് പവർ കേബിൾ വരുന്നത്. അപ്പം സബ്വൂഫറിന് സെപ്പറേറ്റ് പവറും ബാറിന് സെപ്പറേറ്റ് പവറായിട്ടാണ് ഇത് വരുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ സൗണ്ട് ബാർ സിസ്റ്റത്തിലും ഇതേ സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിത് പെയർ ചെയ്യണമെങ്കിൽ തന്നെ ജസ്റ്റ് രണ്ടും പവറിൽ കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക് പെയർ ആവുന്നതാണ്. സബ്വൂഫറും സൗണ്ട് ബാറും ഓട്ടോമാറ്റിക് പെയർ ആവുന്നതാണ്. അത് എല്ലാ സൗണ്ട് ബാർ സിസ്റ്റത്തിലും ഈ ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാറിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു USB പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരുന്നുണ്ട്. ഓക്സിലറി ഇൻപുട്ടും വരുന്നുണ്ട്. ഇത്രയാണ് കണക്ടിവിറ്റി ആയിട്ട് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി ബാറിൻ്റെ മുകളിലായിട്ടാണ് ഈ ഫങ്ഷൻ കീസൊക്കെ വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ബട്ടനാണ് ഓൺ ഓഫ് ബട്ടന്. രണ്ടാമത് വരുന്നതാണ് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ബട്ടന്. അത് നമുക്ക് USB ഒപ്റ്റിക്കലോ അതുപോലെ തന്നെ ബ്ലൂടൂത്തോ ഓക്സിലോ ഏതിലേക്ക് ചേഞ്ച് ആക്കണോ ആ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ആക്കാൻ സാധിക്കും. പിന്നെ തൊട്ടടുത്ത് വരുന്നതാണ് വോളിയോ കൺട്രോൾ ചെയ്യാനുള്ള കീ. അപ്പം ഇത്രയും കീസാണ് നമ്മളെ ബാറിൻ്റെ മുകളിലായിട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ള ഫങ്ഷൻ കേസൊക്കെ വരുന്നത് നമ്മൾ റിമോട്ടിൻ്റെ മുകളിലാണ്. അതിൽ തന്നെ നമുക്ക് സബ്വൂഫറിൻ്റെതും സൗണ്ട് ബാറിൻ്റെ ഒക്കെ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിൽ ഫങ്ഷൻ സൗണ്ട് എഫക്റ്റിൻ്റെ കേസ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കേസൊക്കെ വരുന്നുണ്ട് നമ്മളെ റിമോട്ടിൻ്റെ മുകളിൽ. ബാക്കി നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളെ സൗണ്ട് ബാറിൻ്റെ മുകളിലായിട്ടുള്ള സ്പീക്കേഴ്സൊക്കെ വരുന്നത് ഓപ്പൺ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് ടച്ച് ചെയ്താൽ ബ്രോക്കൺ ആവേ പൊട്ടേ ഒന്നും സംഭവിക്കില്ല. കാരണം കമ്പനി പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് സ്പീക്കേഴ്സ് എന്നതാണ്. കാരണം നമുക്ക് അതിൽ ഇടിച്ചാലും തട്ടിയാലും കുത്തിയാലും ഒന്നും പൊട്ടാത്ത രൂപത്തിലുള്ളൊരു സിസ്റ്റമാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നത് 2.1 ചാനലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു RMS എന്ന് പറയുന്നത് 300 വാട്ടാണ്. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരുന്നുണ്ട്. നമുക്ക് TV യിൽ നിന്നുള്ള സൗണ്ടൊക്കെ നമുക്ക് സൗണ്ട് ബാറിലേക്ക് കൊടുത്തിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നുള്ളത് ഓക്സിലറിയാണ്. അതുപോലെ തന്നെ USB കണക്ട് ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യിക്കാം. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യിക്കാം. പിന്നെ ഇതിൽ ഒരു HDMI ഇൻപുട്ട് വരുന്നില്ല. ഇപ്പം വരുന്ന ഒരുവിധം സൗണ്ട് ബാറിൻ്റെ അകത്തൊക്കെ ഈ HDMI ഓപ്ഷനും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ അകത്ത് HDMI ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഡോൾബി ഓഡിയോയും DTS ഡിജിറ്റൽ സൗണ്ടുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ നല്ല
അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ടൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതൊരു ബഡ്ജറ്റ് സൗണ്ട് ബാർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് UAE-ൽ 549 ദിറംസും പിന്നെ ഇന്ത്യയിലാണെങ്കിൽ 19,990 രൂപയുമാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് എപ്പോൾ വേണമെങ്കിൽ കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ മാസം ഇതിൻ്റെ ഒരു പ്രൈസ് വന്നത് 399 ദിറംസ് ആയിരുന്നു. അപ്പം ഇപ്പം 549 ആയി. അതപ്പോൾ ഓഫറിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റിൽ. ഇതിൻ്റെ മുമ്പ് ഞാൻ സാംസങ്ങിൻ്റെ 2 സൗണ്ട് ബാറിൻ്റെ അൺബോക്സിങ് റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ പോയിട്ട് കാണാം. അതുപോലെ തന്നെ UAE എന്നുള്ള ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിൽ ലൗഡായിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ ബാസും എഫക്റ്റൊന്നും നമുക്ക് ഇതിൽ വീഡിയോയിൽ കൂടി അറിയാൻ പറ്റില്ല. അത് നമുക്ക് ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ സൗണ്ട് ബാർ തരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് നല്ലൊരു സൗണ്ട് ബാർ തന്നെയാണിത്. അപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം. ഇവിടെ നമ്മളിപ്പം ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടാണ് ഇവിടെ സോങ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മൊബൈൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ സൗണ്ട് ബാറിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ചിങ്ങിൽ നോക്കിയാൽ കാണാൻ പറ്റും സൗണ്ട് ബാറിൻ്റെ മോഡൽ നമ്പർ. അതുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സോങ് പ്ലേ ചെയ്യാം. That I've been looking for, been running around for so long. Now I got you, I won't let you go. You got that thing that I've been looking for, and you got all the go, and that's really turning me on. അപ്പോൾ ഇത്രയാണ് നമ്മളെ LG sj3 എന്ന് പറയുന്ന സൗണ്ട് ബാറിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.